പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ നടന്ന അക്രമ സംഭവങ്ങളിൽ യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം. ഷാജറിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ബി.ജെ.പി. പെരിങ്ങോം ഏരിയ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പെരിങ്ങോം മണ്ഡലം ജനറൽ സെക്രട്ടറി തമ്പാൻ തവിടിശ്ശേരി, ട്രഷറർ ടി.വി. സ്വരാജ്, ഏരിയ പ്രസിഡന്റ് ടി.വി. ദാമോദരൻ, ഏരിയ ജനറൽ സെക്രട്ടറി കെ.വി. രാമചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രസന്നൻ്റെ രണ്ട് കാലും പുറക്കുന്നിൽ വെച്ച് ചെത്തുകല്ലിട്ട് രണ്ട് കാലും തകർത്തതായിട്ട് സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സജീവ പ്രവർത്തനമായിട്ടുള്ള പുറക്കുന്നിലെ അനീഷിൻ്റെ വീട്ടിൽ ഉഗ്ര സ്ഫോടനം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ മണ്ഡലം സെക്രട്ടറിയായ തമ്പാൻ തവിശ്ശേരിയുടെ വീട്ടിൽ പലതരത്തിലുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ ബോംബുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അരോഞ്ചൽ കാഞ്ഞിരപ്പള്ളിയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ, അതേമാതിരി മറ്റ് രാത്രിയുടെ മറവിൽ സ്വൈരവികാരം നടത്തുന്ന ഒരവസ്ഥ ഉണ്ടായി. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇപ്പോൾ അടുത്തിടെ വെളിപ്പെടുത്തിയ ചില പാർട്ടി സഖാക്കന്മാർ വെളിപ്പെടുത്തിയിട്ടുള്ള ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു 5-6 പേരടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇതിൻ്റെ പിന്നിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ നോട്ടരട്ടിപ്പിക്കൽ, സ്വർണം പൊട്ടിക്കൽ, അതേമാതിരി തന്നെ ഇങ്ങനെ പല രീതിയിൽ സമൂഹത്തിലെ ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മളെ പെരിങ്ങോം മേഖല ഒക്കെ ഉള്ള ആൾക്കാർ ഇതിനൊക്കെ പിന്നിലുണ്ട് എന്ന കാര്യം മാധ്യമ പ്രവർത്തകർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകുന്ന കാര്യമാണ്. ആയതുകൊണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട മണ്ഡലം ജനറൽ സെക്രട്ടറി തമ്പാൻജി, അതുപോലെ മണ്ഡലം ട്രഷറർ ശ്രീ സ്വരാജ്, അതുപോലെ മണ്ഡലം പെരിങ്ങോം ഏരിയ ജനറൽ സെക്രട്ടറി ശ്രീമാൻ രാമേന്ദ്രൻ, ഇവരൊക്കെ ഇവിടെയുണ്ട്. നമ്മൾ 2 ദിവസം മുമ്പേ ഇതേപോലെ നടത്താൻ വേണ്ടി തീരുമാനിച്ചാണ്. അതുകൊണ്ട് 1-2 ദിവസം നമുക്ക് ചില തിരക്കുണ്ടായി ഇന്ന് തന്നെ വിളിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അടുത്ത കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മണ്ഡലം സെക്രട്ടറി തമ്പാൻ തവിശ്ശേരി നിങ്ങളോട് വിശദീകരിക്കും. ഞങ്ങളെ പെരിങ്ങോം പഞ്ചായത്ത് പ്രസിഡന്റ് ദാമോദരൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അപ്പോൾ ബി.ജെ.പി. ഏകദേശം ഒരു 2012-16 കാലഘട്ടത്തിൽ പോലെ 2006 മുതൽ തുടങ്ങിയ ആക്രമണങ്ങൾ പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരുപാട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ദാമോദരൻ കുറച്ച് വിശദീകരിച്ച കാര്യങ്ങളായാലും ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മളെ അടുത്ത കാലത്ത് CPM-ൽ നടന്ന ചില വിവാദ പരാമർശങ്ങളും ചാനൽ ചർച്ചകളിൽ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പം അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൽ വൻ കൊട്ടേഷൻ സംഘങ്ങളും ഗൂഢസംഘങ്ങളും CPM-ൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് നടന്ന അക്രമങ്ങളാണ്. അതുപോലെ ഈ 2 ദിവസം മുന്നേ മാതൃഭൂമി ചാനലിൽ വന്ന ചർച്ചയിൽ ശ്രീ റഷീദ് എന്ന് പറയുന്ന മുൻ SFI നേതാവ്, ഇപ്പം ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട റഷീദ്, മാതൃഭൂമി ചാനൽ ചില ഫോണിലേക്ക് കൂടി സംസാരിച്ചിട്ടുണ്ട്, കുറച്ച് ബൈറ്റ്സെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം വളരെ നല്ലപോലെ ചമയുന്നുണ്ട്. അതൊന്നും ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷേ അയാൾ വെളിപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ 6 അംഗങ്ങളടങ്ങുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആ സമയത്ത് ഉണ്ടായിരുന്നു. സാമാന്യ നീതിക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ മനസ്സിലാവും, 6 അംഗങ്ങൾ മാത്രമുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഏറ്റവും സ്വകാര്യമായതും ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞമായ വാട്സാപ്പ് ഗ്രൂപ്പുകളായിരിക്കും ഏറ്റവും 6 അംഗങ്ങൾ മാത്രമുള്ളത്, അല്ലെങ്കിൽ 1-2 അംഗങ്ങൾ അങ്ങനെ സാധാരണ ഉണ്ടാകാറില്ല. അപ്പോൾ ഈ 6 അംഗങ്ങളിൽ 2 പേരുടെ പേര് റഷീദ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് സജേഷ്, 1 മാസം മുന്നേ എരമ സ്വദേശിയായ സജേഷ്, മറ്റൊന്ന് റഷീദ്. ബാക്കി 4 അംഗങ്ങളെ പേര് റഷീദ് പറഞ്ഞിട്ടില്ല. അപ്പം റഷീദ് പറയാതെ പറയുന്ന പേരുകൾ ഇതിനകത്ത് ഉണ്ടെങ്കിലും അത് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ ബി.ജെ.പി. സംശയിക്കുന്ന പേര് ഇപ്പോഴത്തെ യുവജന കമ്മീഷൻ ചെയർമാനായ ശ്രീ എം. ഷാജറിനെയാണ്. അയാൾ ആ ഗ്രൂപ്പിലുണ്ട്, ബി.ജെ.പി. സംശയിക്കുന്നുണ്ട്. അതുപോലെ അർജുനായെങ്കിൽ ആ ഗ്രൂപ്പിലുണ്ട്. വേറെ 2 ആളുകൾ വേറെ ആരൊക്കെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. കാരണം ആ സമയത്ത് പോലീസ് സ്റ്റേഷൻ അക്രമം ഉൾപ്പെടെ
BJP പ്രവർത്തകർക്ക് നേരെ ഒരുപാട് ആക്രമണങ്ങൾ, ബോംബേറ്, തീവെപ്പ്, കൊലപാതക ശ്രമം, അതുപോലെ അപമാനിക്കൽ, ഒരുപാട് വിഷയങ്ങൾ ഈ കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ സംഘത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് BJP ഇന്നലെ DVSPക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതി അന്വേഷിക്കണം, ഷാജറിൻ്റെ പങ്ക് അന്വേഷിക്കണം. ഈ കൊട്ടേഷൻ സംഘങ്ങൾ ആരൊക്കെയാണ്? ഈ 6 പേര്, ഈ വെളിപ്പെടുത്തിയ റഷീദ് ഏറ്റവും വലിയ ക്രിമിനലാണ്. അയാൾ ഈ ചാനൽ ചർച്ചയിലെ കൂടി പറയുമ്പോൾ വളരെ മാന്യത അഭിനയിക്കുന്നുണ്ടെങ്കിലും അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ BJPക്കാർക്ക് വളരെ BJP എന്നുള്ള സമൂഹത്തിൽ മൊത്തം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അയാൾ വൻ ക്രിമിനലാണ്. ആ ക്രിമിനലിൽപ്പെട്ട, ആ സംഘത്തിൽപ്പെട്ട ആളുകളെ കൂട്ടത്തിൽ ഇപ്പോഴത്തെ യുവജന കമ്മീഷൻ ചെയർമാൻ ഷാജർ ഉൾപ്പെടുന്നുണ്ട് എന്ന് BJP ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അത് തെറ്റാണെങ്കിൽ തെളിയിക്കാനുള്ള വാദി അദ്ദേഹത്തിന് തന്നെയാണ്. കാരണം 2014 തോന്നുന്നു, 2014-15 സമയത്ത് ഒരു BJP മാതൃഭൂമി പത്രത്തിൽ വന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. തൊട്ട പിറ്റേ ദിവസം BJP പോലീസ് തണലിൽ BJP പൊതുയോഗം എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അന്ന് പെരിങ്ങോത്ത് കൊടുത്ത വാർത്തയാണ്. ആ വാർത്തക്കുണ്ടായ സംഭവങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, BJP ഒരു പദയാത്ര നിശ്ചയിക്കുന്നു, ഉദ്ഘാടനം നിശ്ചയിക്കും തവിശ്ശേരിയിൽ വെച്ച്. അങ്ങനെ ഒരു പദയാത്ര നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് CPM തീരുമാനിക്കുന്നു. സ്വന്തം കൊടിമരം പൊരിച്ച് റോഡിന് കുറുകയിടുന്നു, വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുന്നു. BJP ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ച സ്ഥലത്ത് CPMൻ്റെ ആളുകൾ 1000-ഓളം ആളുകൾ സംഘടിച്ച് അന്ന് അവിടെ പരിപാടി നടത്താൻ വിടില്ലെന്ന് പറഞ്ഞു. അപ്പം അനുമതി വാങ്ങി പത്രസമ്മേളനത്തിലൂടെ വെളിപ്പെടുത്തി ഒരു പൊതുപരിപാടി നിശ്ചയിച്ച് BJP ഉദ്ഘാടനം നിശ്ചയിച്ച സ്ഥലത്ത് ഇവർ തമ്പടിക്കുമ്പോൾ ഞങ്ങൾക്ക് പരിപാടി നടത്താൻ 1 കിലോമീറ്റർ മാറി നടത്തേണ്ട സാഹചര്യം വന്നു. ഈ പരിപാടി തടസ്സപ്പെടുത്തുന്ന വേണ്ടി നിശ്ചയിച്ച ആ കൂട്ടത്തിൽ പരസ്യമായി ബോംബും വടിവാളുമായി അന്ന് വന്നത് ഷാജറിൻ്റെ വാഹനത്തിൽ മറ്റൊരാൾ പുറകിൽ വടിവാൾ ഇങ്ങനെ പരസ്യമായി പിടിച്ച് പരസ്യമായി 1.5 കിലോമീറ്റർ യാത്ര ചെയ്തിരുന്നു പകൽ ഒരു 11-12 മണി സമയത്ത്. ഉടനെ അന്ന് പെരിങ്ങോം സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസില്ല, അന്ന് പയ്യന്നൂർ CI ആയിരുന്നു PK മണി. അദ്ദേഹത്തെ വിവരം അറിയിച്ചു. അദ്ദേഹം ഷാജറിൻ്റെ വാഹനം തടയാൻ വേണ്ടി പോകുന്ന സമയത്ത് ഷാജറിൻ്റെ വാഹനം കടന്നു പോകാൻ വേണ്ടി ഇദ്ദേഹത്തെ വളഞ്ഞു വെക്കുകയാണെന്ന് പാർട്ടി പ്രവർത്തകർ ചെയ്തത്. ഇത് മുൻകൂട്ടി ഇതൊരു കൊള്ളസംഘം അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ സംഘങ്ങളാണ്, ഇവർ കൊള്ളസംഘമാണ് എന്ന് വളരെ വ്യക്തമായ തെളിവാണ്. ഈ ആരോപണം നടന്നത് ആരോപിക്കുന്നതല്ല, ഇത് സംഭവം നടന്നതാണ്. PK മണി അന്ന് സജീവൻ SI പെരിങ്ങോം ഇന്ന് ഈ ആളുകളെ പരസ്യമായി തടഞ്ഞു വെച്ചു. അവസാനം BJP പൊതുയോഗം നടത്താൻ വേണ്ടി കണ്ണൂർ ജില്ലയിൽ നിന്ന് 7ഓളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വണ്ടി, ആംഡ് ഫോഴ്സ്, ഇത്രയും പോലീസുകാർ വന്ന് അതിനുശേഷമാണ് BJP അവിടെ ഒരു പൊതുയോഗം നടത്താൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കേസ്, ഷാജറിൻ്റെ പങ്ക്, ഈ കൊട്ടേഷൻ സംഘമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം അന്വേഷിക്കണമെന്നാണ് BJP പെരിങ്ങോം പഞ്ചായത്ത് കമ്മിറ്റി, പെരിങ്ങോം ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. ഒരു മണ്ഡലത്തിൻ്റെ രൂപത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് DVSPക്ക്. ആ പരാതിയിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നടപടി സ്വീകരിക്കാത്ത പക്ഷം ഞങ്ങൾ കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പ്രതികൾ തന്നെയാണ്, പക്ഷേ ഒരു കേസിനും തെളിവ് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. കാരണം പോലീസും ഈ CPM തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ പേരിൽ കോടതിയിൽ കേസെത്തിക്കും, വൈൻഡപ്പ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ തെളിവില്ലെങ്കിൽ നമുക്ക് തെളിവ് ഹാജരാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ യഥാർത്ഥ പ്രതികളെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, കോടതിയിൽ പോകുന്നുണ്ട്. പക്ഷേ സംശയാസ്പദമായ ഒരു കേസ്, ഇത് സാമൂഹ്യ ദ്രോഹികൾ അല്ലെങ്കിൽ ഇന്ന ആളുകളാ ഞങ്ങൾ സംശയിക്കുന്നു എന്ന രൂപത്തിൽ പരാതി കൊടുത്താൽ ഒരു കേസും ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. പെരിങ്ങോം സ്റ്റേഷനിൽ 30-ലധികം കേസുകൾ അങ്ങനെയുണ്ട്. ഇപ്പം കേസ് നടക്കുന്നവരാണ്. BJP പ്രവർത്തകർ ആക്രമിച്ച കേസ് 1-2 കേസുകളേ ഉള്ളൂ. അന്ന് ഈ നേരത്തെ താമരട്ടം പറഞ്ഞ പ്രസന്നകുമാറിൻ്റെ കാലിന് കല്ലിട്ട് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചത്. അന്ന് ഭാഗ്യവശാൽ ഒരു ടിപ്പർ അതുവഴി കടന്നു പോയതുകൊണ്ടാണ് ഇങ്ങനെ കയ്യിലെടുത്ത കല്ല്, 50 കിലോൻ്റെ കല്ലെടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ച് അപ്പോൾ വണ്ടി വന്നുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടതാണ്. അത് പകൽ നേരത്ത്. അതിനൊക്കെ പിന്നിൽ ഷാജറുണ്ട്. ഷാജറാണ് ഈ ഭാഗത്തെ കൊട്ടേഷൻ സംഘത്തിന് നയിച്ചതെന്നാണ് BJPയുടെ ആരോപണം. അല്ലാതെ റഷീദ് അതിന് പങ്കാളിയാണ്. റഷീദ് ഇപ്പം വെളിപ്പെടുത്തിയ റഷീദ്, അർജുനായെങ്കിൽ ഇപ്പം എരമം നോർത്തുള്ള സൗത്തിലും എരമം സ്വദേശി സജേഷ്, വേറെ 2-3 ആളുകൾ, ഇവരൊക്കെ കൂടിയ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. ഈ 6 അംഗങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കുക പറഞ്ഞാൽ തന്നെ ഏറ്റവും ദുരൂഹമാണ്. കാരണം നമ്മൾ ആരും 6 അംഗങ്ങളിൽ ഈ ഗ്രൂപ്പ് കാണുന്നില്ല സാധാരണ. അത് വളരെ പ്രധാനപ്പെട്ട ആളുകളായിരിക്കും. തന്നെ BJPയുടെ ആരോപണം. പിന്നെ പ്രസന്നകുമാറിൻ്റെ കാലിന് കല്ലിട്ട കേസിലെ പ്രതി കൂടിയാണ്. അത് നേരിട്ട് ബോധ്യപ്പെട്ട പ്രതിയാണ്. ഇപ്പം കേസ് നടക്കുന്നുണ്ട്. ആ കേസ് സജേഷ് ഇപ്പം CPM ഇപ്പം പുറത്താക്കിയില്ല, ഒരു മാസം മുന്നേ രമത്തിന് അദ്ദേഹം. Do you dream of studying or working abroad? Unlocking your future starts with mastering the language. NVT's Academy is your one-stop shop for success. We offer comprehensive preparation for all major English language proficiency tests: IELTS, UKVI, OET.
Go beyond just passing. We master you with the fundamentals, personalized learning, time commitment that fits your schedule, laser focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests, CBT, and objective structured clinical examinations, OSCE, if required for your chosen profession. We also assist you with visa and ticketing services for smoothing your path. NVT's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.